ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ MD വാസുദേവൻ നായർക്ക് അന്തിമോപചാരം അർപ്പിച്ചതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്, MTയെ അനുസ്മരിക്കുന്നുണ്ട്. അതിലേക്ക് പ്രിയപ്പെട്ട MD വാസുദേവൻ നായർ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി മലയാളത്തിന് ഇത്രയേറെ നഷ്ടം സംഭവിച്ച ഒരു മരണം താരതമ്യം ചെയ്ത് പറയാൻ ഇല്ല എന്നുള്ളതാണ് സത്യം. MDയുടെ ഒരു യുഗം സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലയിൽ ഇന്ന് യഥാർത്ഥത്തിൽ അവസാനിക്കുക. 24-ാമത്തെ വയസ്സിൽ എഴുതി 25-ാമത്തെ വയസ്സിൽ പ്രസിദ്ധീകരിച്ച 4 കെട്ട് എന്ന ഒറ്റ നോവൽ കൊണ്ട് ലോക പ്രശസ്തിയിലേക്ക് അന്നേ ഉയർന്ന മലയാളത്തിൻ്റെ പ്രിയപുത്രൻ MD എന്ന് ഓർമ്മയായിരിക്കും. നിരവധി നോവലുകൾ, ലീലാവതി ടീച്ചർ പറഞ്ഞതുപോലെ മലയാളത്തിലെ കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട നോവലാണ് അസുരവിത്ത് എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. രണ്ടാം ഊഴം പോലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കൃതി, അത്യപൂർവമാണ് ഭാഷാ സാഹിത്യത്തിൽ. നിരവധിയായ പുസ്തകങ്ങൾ കേരളത്തിലെ മുഴുവൻ മലയാളിക്കും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്കും നൽകിയ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ MDയുടെ സ്മരണ നമുക്കെല്ലാം പ്രയാസം നൽകിയിട്ടുള്ള ഒന്നാണ്. MD കഥാരചനയിലും നോവൽ പോലുള്ള ബൃഹത്തായ രചനയിലും മാത്രമല്ല, സിനിമാ ലോകം സത്യം പറഞ്ഞാൽ കീഴടക്കിയ ഒരു പ്രതിഭയാണ് MD വാസുദേവൻ നായർ എന്ന MD. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അതുമാത്രം മതി എക്കാലവും ഓർമ്മിക്കാൻ. നിർമ്മാല്യം. തുടർച്ചയായി വന്ന നിരവധി തിരക്കഥാ രചനയോടൊപ്പമാണ് യഥാർത്ഥത്തിൽ നമുക്ക് മലയാളികൾക്ക് നൽകിയ ഏറ്റവും ശ്രദ്ധേയമായ സിനിമ. നിർമ്മാല്യത്തെപ്പറ്റി വിമർശനാത്മകവും ക്രിയാത്മകവുമായ അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു വന്നത് നമുക്കെല്ലാം അറിയാം. അനീതിക്ക് നേരെ കാർക്കിച്ചു തുപ്പാൻ കഴിവുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ MDക്ക് പകരം MD അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരായിട്ട് കടുത്ത രീതിയിലുള്ള കടന്നാക്രമണം നടക്കുന്ന സന്ദർഭങ്ങളിൽ പലരും അതിൻ്റെ ഭാഗമാവാൻ MDയെ സമീപിച്ചിരുന്നു. പലരും രേഖാമൂലം CPMനെതിരായ ശക്തിയായ കടന്നാക്രമണം നടന്ന ഘട്ടത്തിൽ തികച്ചും വ്യതിരിക്തമായ നിലപാട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ MD സ്വീകരിച്ചു. എല്ലാവരിൽ നിന്നും വേറിട്ട് ഒരു ഒരു വഴി എനിക്കുണ്ട് എന്ന് അദ്ദേഹം കാട്ടിക്കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ആധുനിക കേരളത്തിൽ CPIM ഇല്ലാത്ത ഒരു കാലത്തെപ്പറ്റി ഓർമ്മിക്കാൻ പറ്റില്ല. CPIM ഇല്ലാതൊരു അവസ്ഥയെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാനാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം CPM ആയതുകൊണ്ടല്ല,
CPM എടുക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ ഈ സമൂഹമാകെ ഏറ്റവും കരുത്തുറ്റൊരു സാംസ്കാരിക അവബോധത്തിൻ്റെ നാടായി കേരളത്തെ നിലനിർത്തുന്നതിൽ CPM വഹിക്കുന്ന പങ്കിനെപ്പറ്റി അദ്ദേഹത്തിന് നല്ല മതിപ്പായിരുന്നു. തുഞ്ചൻപറമ്പിലെ സാംസ്കാരികമായ സർവതലസ്പർശിയായ മേഖലയിലുള്ള ഇടപെടൽ അതിന് മരണം വരെ നേതൃത്വപരമായ പങ്കുവഹിച്ച പ്രമുഖനായ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ള താരതമ്യം ചെയ്യാനാവാത്ത പ്രതിഭയായിരുന്നു അദ്ദേഹം. വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യുക എന്നത് അദ്ദേഹം ഒരു ഘട്ടത്തിലും അംഗീകരിച്ചിരുന്നില്ല. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൻ്റെ മുമ്പിൽ ഏകനായി അദ്ദേഹം മുന്നോട്ടേക്ക് പോയപ്പോൾ മതനിരപേക്ഷ കേരളം മുഴുവൻ MDയോടൊപ്പമായിരുന്നു. തുഞ്ചൻപറമ്പ് അതാണ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ നികത്താൻ സാധിക്കുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഒരു യുഗം അവസാനിച്ചു എന്ന് ഞാൻ പറഞ്ഞു. എല്ലാ കഥകളുടെയും ഏറ്റവും ശ്രദ്ധേയനായ അമരക്കാരനായി പെരുന്തച്ഛനായി MD നിലവുണ്ട്. ആ MD നമുക്കെല്ലാം എന്നും ആവേശജ്വരമായ ഓർമ്മയായി വഴികാട്ടിയായി സാംസ്കാരിക കേരളത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ മാതൃകയായിട്ട് നിലനിൽക്കുമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ MT വാസുദേവൻ നായരെ അനുസ്മരിക്കുകയായിരുന്നു. MV ഗോവിന്ദൻ പറഞ്ഞത് അസുരവിത്തിനെ കുറിച്ചാണ്. MT വാസുദേവൻ നായരുടെ 1962 പ്രസിദ്ധീകരിച്ച നോവലായ അസുരവിത്തിനെ കുറിച്ചാണ് MV ഗോവിന്ദന്റെ പ്രധാനപ്പെട്ട അനുസ്മരണം.